ക്ഷേമനിധി പെൻഷൻ 2500 രൂപയായി ഉയർത്തണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെന്മാറ യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും സമ്മേളനം ആവശ്യമുന്നയിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ പരമു ഉദ്ഘാടനം ചെയ്തു. ഒരു ആനുകൂല്യത്തിന് വേണ്ടി നമുക്ക് തൃശ്ശൂർ വരെ പോകുന്ന പഴയകാലത്തെ സാഹചര്യം മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോൾ പാലക്കാട് പോയി നമുക്ക് ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാനോ അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാനോ നമുക്ക് അനുവദിച്ചാൽ നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യം കൈപ്പറ്റാനോ അവിടെ പോകേണ്ടതില്ല. പകരം സംവിധാനം ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറി അത് നമ്മൾ തന്നെ ഏർപ്പാട് ചെയ്യാതെ പാലക്കാട് ഉണ്ടാക്കാൻ പറ്റിയ ഓഫീസിൽ കണ്ട് നമുക്ക് അപേക്ഷകൾ കൊടുത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ അവിടെ നിക്ഷേപിച്ച് നമ്മളെ സുഖമാക്കി ATM വഴിയോ നേരിട്ടോ വഴി വാങ്ങിച്ച് കറക്റ്റ് വിനിയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത് ചെറിയ കണക്കിൽ. ഇതിലൊക്കെ തന്നെ മുഖ്യമാകും കേരളത്തിലെ തയ്യൽ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന 100-ലധികമാണ്. യൂണിറ്റ് പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായി. എൻ ശാന്തകുമാരൻ റിപ്പോർട്ടും ലത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെ രാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CK പാർവതി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. PV സാവിത്രി, KC ബേബി എന്നിവർ പ്രസംഗിച്ചു. 40 വർഷം തുടർച്ചയായി മെമ്പർഷിപ്പ് നിലനിർത്തിക്കൊണ്ടുവരുന്ന V കേശവൻ, VN സുലോചന എന്നിവരെ സമ്മേളനം ആദരിച്ചു.